പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. യെരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തളർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തളർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും വലിയവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരുവാനും വലിയവനായ ദൈവത്തോടു കൂടി അടുക്കുവാനും സ്നേഹത്തിന്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. അതിനായി എൻ്റെ കർത്താവായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, 2013 കർത്താവേ 19ാമത്തെ ദിവസത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത പ്രവർത്തിക്കാൻ കടന്നു വരികയാണ്. ഇന്ന് 3-ാം ദിവസമായിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യയേൽക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസമാറ്റുവാൻ നീതിയുള്ള കർത്താവ് സഹായിക്കണമേ പിതാവേ. ഈ കോട്ടക്കോണം ദേശത്തോട് എൻ്റെ കർത്താവ് മനസ്സലിയുന്നവനും ദേശനിവാസികളോട് ഇടപെടുന്നവനുമായ ദൈവമേ, അങ്ങ്
ഞങ്ങളുടെ മറ്റുള്ളതുകൊണ്ട് ദൈവത്തെ ചൊല്ലുന്നു. ഈ ദേശത്തോട് എന്റെ കർത്താവ് മനസ്സലിയണം, എന്റെ ദൈവം മനസ്സലിയണം. ദേശനിവാസികളോട് കർത്താവ് ഇടപെടുമാറാകണമേ കർത്താവേ. രോഗികൾ കടന്നു പോകട്ടെ, മൂലവാദികൾ കടന്നു പോകട്ടെ, വ്യാസിക്കാർ കടന്നു പോകട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവർത്തനം ഉണ്ടാകട്ടെ. പിന്മാറ്റക്കാർ കർത്താവേ, പാവികൾ മനസ്സിരുന്നു വലിയവനായ ദൈവത്തോടുകൂടി അടുക്കുവാൻ നീതിമാനായ കർത്താവ് സഹായിക്കണം. എന്റെ കർത്താവേ, എനിക്ക് സ്തോത്രം ചെയ്യുന്നു പപ്പ. ഈ കർത്താവേ, ഈ 7 ഗ്രാമങ്ങളെ വെച്ച് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോയിരിക്കുകയായി. മാറ്റമില്ലാത്ത പ്രവൃത്തി 7 ഗ്രാമങ്ങളിലല്ല, മറ്റെല്ലാ പ്രദേശങ്ങളിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തി അങ്ങനെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നീതിമാനായ കർത്താവ് സഹായിക്കും. അതിനായി ഇടപെടും. പ്രവർത്തിക്കുന്ന ക്രമങ്ങൾക്ക് അന്നെ സ്തുതിക്കുന്നു. ഗിരയും പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം, വേലകളെ മാനിക്കണം, വേലസ്ഥലങ്ങളെ വിശാലമാക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കർത്താവിന്റെ പ്രവൃത്തിക്കായി ഞങ്ങൾ കർത്താവെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷ ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വലിയ പ്രവൃത്തി ഞങ്ങളുടെ മേൽ അയച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, അനുകരില്ല കർത്താവേ, സമയത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തി അയച്ചു കർത്താവെ. പാട്ടുകൾ വിലാപിക്കുന്നവരോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കർത്താവിടെ പോയിരിക്കണം, പ്രവർത്തിക്കണം. അവരുടെ പാട്ടുപാടി പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറഞ്ഞ കർത്താവ് ഘോഷിക്കുവാനവരെ സഹായിക്കണം. അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനവുമായി കർത്താവേ, വിളംബരീയ കർത്താവിന്റെ കർത്താവിന്റെ കരം വയ്ക്കണം. പൂത്തനാഭിഷേകവുമായി ദൈവത്തോടുകൂടി അടുക്കാൻ സഹായിക്കണമേ കർത്താവേ. ഈ ദേശത്ത് വയ്ക്കാനും വലിച്ചതുമായ അനേകരെ കർത്താവിനെ കടിപ്പിക്കുവാൻ നിന്റെ ദാസനെ വിലപ്പെടുത്തി അനുഗ്രഹിക്കും. കരങ്ങൾ വഹിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. അഖിലാണ്ടത്തിൽ മുഴുവനും ഒരൊറ്റ വാക്കുകൊണ്ട് ചമച്ചവനാണ് എന്റെ യേശു കർത്താവ്. ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണുന്ന സകല ചരാചരങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവാകുവാനിടയായി. നീലസാഗരത്തിന്റെ നീരാഴിയിൽ നീന്തി തുടിക്കുന്ന നീലത്തിമിംഗലത്തുവരെയും ഒരൊറ്റ വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നവനാണ് എന്റെ ദൈവം. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകലത്തിനും ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളും ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അത്രയ്ക്കും അധികം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുവാനിടയായി. നമ്മൾ ജനിച്ച സമയം മുതൽ ഈ സമയം വരെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തു തന്നവനാണ് അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശു കർത്താവ്. അങ്ങനെയാണെങ്കിൽ ആ നന്മകൾക്ക് കൊടുക്കുവാൻ കഴിയും. എന്റെ പകരം ആ കർത്താവിന് കൊടുക്കുവാൻ ഒന്നുമില്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മളെ തന്നെ സമ്പൂർണമായി ആ യേശുവിനായി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മാന്യമിത്രമേ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, ഞങ്ങൾ നിൽക്കുന്നത് നിന്റെ കൃപയെന്നുകൊണ്ട് മാത്രം. നിന്റെ കൃപയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല പിതാവേ. ആകയാൽ നിന്റെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ, ഞങ്ങളെ വളർത്തണമേ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ഈ മനോഹരമായ ഈ തമിഴ് ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. സുവിശേഷകൻ നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ സുവിശേഷ ഗാനങ്ങൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വീണ്ടെടുക്കും പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വിടുതലിന്റെ പാട്ടുകൾ പാടി
നമുക്ക് യേശുവിനെ ആരാധിക്കാം. അന്നു വേണ്ടുന്നതെല്ലാം തന്നെ ഇന്നയോളം എന്നെ പോറ്റുനാഥൻ, നാളെയും പോറ്റുവാൻ ശക്തനവൻ. നന്ദിയോട് ഞങ്ങൾ ആരാധിക്കും. ഹല്ലേലൂയ. എല്ലാം തന്നു ഇന്നയോളമെന്ന് പോറ്റിനാവും. അന്നു വേണ്ടുന്നതെല്ലാം തന്നു ഇന്നയോളമെന്ന് പോറ്റിനാവും. നാളെയും പോറ്റുവാൻ ശക്തനാവും. നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കും. നാളെയും പോറ്റുവാൻ ശക്തനാവും. നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കും. നമുക്ക് യേശുവിനെ ആരാധിക്കാം. സുവിശേഷ ഗാനങ്ങൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വീണ്ടെടുപ്പിൻ പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വിടുതലിന്റെ പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ നമുക്ക് യേശുവിനെ ആരാധിക്കാം. സുവിശേഷ ഗാനങ്ങൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വീണ്ടെടുപ്പിൻ പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വിടുതലിന്റെ പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ ഒരിക്കൽ കൂടെ നമുക്ക് യേശുവിനെ ആരാധിക്കാം. സുവിശേഷ ഗാനങ്ങൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. വീണ്ടെടുപ്പിൻ പാട്ടുകൾ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജാ ഉമക്കു നന്ദി. കരങ്ങൾ തട്ടി പാടുക. வந்து பாவிகளை திரும்பி பார்க்கிறேன். தன்னிலோடு கர்த்தாவே நன்றி சொல்கிறேன். நான் நன்றி சொல்கிறேன். நடந்து வந்த பாதைகளை திரும்பி பார்க்கிறேன். தன்னிலோடு கர்த்தாவே நன்றி சொல்கிறேன். நான் நன்றி சொல்கிறேன். அப்பா உமக்கு நன்றி. ராஜா உமக்கு நன்றி. அப்பா உமக்கு நன்றி. ராஜா உமக்கு நன்றி. വഴികളെ ഓർക്കുക. ദൈവത്തിന് നന്ദി പറയുക. കാര്യങ്ങളടിച്ച്
வந்த பாதைகளை திரும்பி பார்க்கிறேன். கண்ணீரோடு கர்த்தாவே நன்றி சொல்கிறேன், நான் நன்றி சொல்கிறேன். தெய்வத்தை நன்றி பாடுங்க, நன்றி பாடுங்க. Jesus, hallelujah. எல்லாரும் கரங்களை அடிச்சு ஆத்மாவை பாடுங்க. எதிரிகளை மாற்றிய தெய்வத்தின் ஸ்நேகம். எதிராய் வந்த சுத்திகளை முறியடித்தீரை, எந்த நிலையிலும் நம்மை துதிக்க வைத்தீரை. எதிராய் வந்த சுத்திகளை முறியடித்தீரை, எந்த நிலையிலும் நம்மை துதிக்க வைத்தீரை. ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. கடந்து வந்த பாதைகளை திரும்பி பார்க்கிறேன், கண்ணீரோடு கர்த்தாவே நன்றி சொல்கிறேன், நான் நன்றி சொல்கிறேன். கடந்து வந்த பாதைகளை திரும்பி பார்க்கிறேன், கண்ணீரோடு கர்த்தாவே நன்றி சொல்கிறேன், நான் நன்றி சொல்கிறேன். ஒரு நாளும் குறையில்லாத நமக்கு பார்ப்பதும் வஸ்திரവും ദൈവം തന്നെ നമ്മളെ വാങ്ങിച്ചില്ലേ, നന്ദി പറയുക. കണ്ണീരോട് ദൈവത്തെ സ്തുതിക്കുക. ஒரு நாளும் குறவில்லாமல் உணவு தந்தீரே, உறவிடம் உடையும் தந்து காத்து வந்தீரே. ஒரு நாளும் குறவில்லாமல் உணவு தந்தீரே, உறவிடம் உடையும் தந்து காத்து வந்தீரே. ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. கடந்து வந்த பாதைகளை திரும்பி பார்க்கிறேன், கண்ணீரோடு கர்த்தாவே நன்றி சொல்கிறேன், நான் நன்றி சொல்கிறேன். கடந்து வந்த பாதைகளை திரும்பி பார்க்கிறேன், கண்ணீரோடு கர்த்தாவே நன்றி சொல்கிறேன், நான் நன்றி சொல்கிறேன். ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. நன்றியோடு ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அபிஷேகத்தோடு ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. நன்றியோடு ஓ அப்பா உமக்கு நன்றி, ஓ ராஜா உமக்கு நன்றி. நன்றி ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அபிஷேகத்தோடு ஓ அப்பா உமக்கு நன்றி, ஓ ராஜா உமக்கு நன்றி. எல்லாரும் சொல்லுங்க. ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. ஓ அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அப்பா உமக்கு நன்றி, ராஜா உமக்கு நன்றி. அப்பா உமக்கு நன்றி, ராஜா
ഉമക്കു നന്ദി. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ രാത്രിയ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരഭിഷേകം ദൈവജനത്തിന്റെ മേൽ ദൈവം പകർന്ന രാത്രിയ, ആത്മസാന്നിധ്യം കൊണ്ട് ദൈവജനം നിറയുന്ന രാത്രിയ. വിശ്വസിക്കുന്നവരെ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചേർത്ത നിമിഷം ആത്മാവിന്റെ വലിയ സാന്നിധ്യം ജനത്തെ തൊടട്ടെ. നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മൾ ഓർക്കാമോ? അമ്മ മറന്നാലും, അപ്പൻ മറന്നാലും, സ്നേഹിതർ മറന്നാലും, ബന്ധുക്കൾ മറന്നാലും, മിത്രങ്ങൾ നമ്മെ മറന്നാലും മറക്കാത്തൊരു യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി ആ കാൽവറിയിൽ ഒഴുക്കപ്പെട്ട രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്ന രാത്രിയാ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഏകാഗ്രമാക്കി തുറന്നു കൊടുക്കാമോ? ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിനകത്തൊന്ന് വസിക്കുവാൻ, അവന്റെ ഹൃദയത്തെ ഒന്ന് നിയന്ത്രിക്കുവാൻ, നിന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി അവന് വേണ്ടി സമർപ്പിക്കുക. என்னுயிரோடு கலங்க உயிரே நான் உண்மை துதிப்பே, நான் உண்மை துதிப்பே. என் உயிரானன் 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 இயேசு, என் உயிரானன் 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 இயேசு, என் உயிரானன் இயேசு. சேர்ந்து பாடுங்க. என் உயிரோடு கலங்க என் உயிரே நான் உண்மை துதிப்பே, உயிரே ഉണ്மை തുതിപ്പേ. ആ കരം നെഞ്ചോട് ചേർത്തുന്ന് പാടാമോ? എൻ ഉയിരാനൻ 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 യേശു, എൻ ഉയിരാനൻ 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 യേശു, എൻ ഉയിരാനൻ യേശു, എൻ ഉയിരോடு கலங்க என் உயிரே நான் உண்மை துதிப்பே, என் உயிரே நான் உண்மை துதிப்பே. சேர்ந்து பாடுங்கள். என் உயிராடும் இயேசு, என் உயிரோடு கலங்க என் உயிரே நான் உண்மை துதிப்பே, என் உயிரே நான் உண்மை துதிப்பேன். சேர்ந்து கரங்கள் உயர்த்தி என் உயிரான இயேசு, என் உயிரோடு கலங்க என் உயிரே நான் உண்மை துதிப்பேன், என் உயிரே நான் உண்மை துதிப்பேன், என் உயிரான இயேசு, என் உயிரோடு கலங்க என் உயிரே நான் உண்மை துதிப்பேன், நான் உயிரே நான் உண்மை തുതിപ്പേൻ. രാത്രി അവന്റെ ഉയിര് കൊടുത്ത് നമ്മെ സ്നേഹിക്കുക. അവസാനത്തെ തൊട്ട് രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. നമ്മുടെ ചിന്തകളെ നമ്മെ പാപത്തിന്റെ പടുകുടിയിൽ നിന്നും ഉടഞ്ഞ നേറ്റിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത യേശുവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഓർക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എന്നെയും നിന്നെയും ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, പിശാച് ഹല്ലേലൂയ ചണ്ടിക്കൂമ്പാരമാക്കുവാൻ ശ്രമിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ കരം നീട്ടി നമ്മെ വിടുവിച്ചതോർത്ത്, അത്ഭുത പ്രയാസത്തിലേക്ക് നടത്തിയതോർത്ത് ഇന്ന് രാത്രി സ്തുതിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രമായി കാര്യങ്ങൾ ചേർത്തടിച്ച് നന്ദി പറയുവാൻ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ അടിച്ച് ആത്മാവിൽ ശക്തിയോടെ நன்றி 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 என்று
நாள்தோறும் பாடிடுவே. நன்றி 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 என்று நாள்தோறும் பாடிடுவே. ஓ புது வாழ்வு எனக்குள் தந்தீர், புது வாழ்வு எனக்குள் தந்தீர். நன்றி 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 என்று நாள்தோறும் பாடிடுவே. நன்றி 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 என்று நாள்தோறும் பாடிடுவே. ஓ நல்லவரே 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 வல்லவரே, நன்றி 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 என்று நாள்தோறும் பாடிடுவே. நன்றி 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 என்று நாள்தோறும் பாடிடுவே. அல்லேலூயா 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 அல்லேலூயா. நன்றி 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 என்று நாள்தோறும் பாடிடுவே. ஆமென். நன்றி 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 என்று நாள்தோறும் பாடிடுவே. ஓ புது வாழ்வு எனக்குள் தந்தீர், புது வாழ்வு எனக்குள் தந்தீர். நன்றி 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 என்று நாள்தோறும் பாடிடுவே. நன்றி 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 என்று நாள்தோறும் பாடிடுவே. ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். வல்லவரே நான் ஆராதிப்பேன், நல்லவரே நான் ஆராதிப்பேன். வல்லவரே நான் ஆராதிப்பேன், வல்லவரே நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். கண்மவரே நான் ஆராதிப்பேன், கம்மவரே நான் ஆராதிப்பேன். கண்ணவரே நான் ஆராதிப்பேன், கம்மவரே நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். பரிசுத்த உள்ளத்தோடு ஆராதிப்பேன், எனக்கு துணிந்து நான் ஆராதிப்பேன். பரிசுத்த உள்ளத்தோடு ஆராதிப்பேன், மனித துணிந்து நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆவியிலே நான் ஆராதிப்பேன், உண்மையிலே நான் ஆராதிப்பேன். ஆவியிலே நான் ஆராதிப்பேன், உண்மையிலே நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். வெள்ளாடை அணிந்து நான் ஆராதிப்பேன், உங்களை அழகி நான் ஆராதிப்பேன். வெள்ளாடை அணிந்து நான் ஆராதிப்பேன், உங்களை அழகி நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். உள்ளத்தோடு நான் ஆராதிப்பேன், ஒற்றிகையோடு ஆராதிப்பேன். உள்ளத்தோடு நான் ஆராதிப்பேன், ஒற்றிகையோடு ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். பரிசுத்த உள்ளத்தோடு ஆராதிப்பேன், அடித்து துணிந்து நான் ஆராதிப்பேன். பரிசுத்த உள்ளத்தோடு ஆராதிப்பேன், அடித்து துணிந்து நான் ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்பேன் நான் ஆராதிப்பேன் ஆண்டவரே சுவை ஆராதிப்பேன். ஆராதிப்போம் மனசம் நீங்கி போ
ശാപങ്ങൾ സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയ ഭാരങ്ങൾ മാറിപ്പോയ ശാപങ്ങൾ സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ ഓ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം സൗഖ്യമായി യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം സൗഖ്യമായി യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിയും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ ഹല്ലേലൂയ ഞാൻ പാടിയും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ ഓ ഹല്ലേലൂയ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ യേശുവിൻ നാമം ശുദ്ധിക്കായി യേശുവിൻ നാമം കഴുകലായി യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമം ശുദ്ധിക്കായി യേശുവിൻ നാമം കഴുകലായി യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടുന്നു യേശുവിനെ ആരാധിക്കുമേ ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ ഹല്ലേലൂയ പാടിടേ യേശുവിനെ ആരാധിക്കണം ഹല്ലേലൂയ സർവശക്തനായവനേ ഹല്ലേലൂയ ഞാൻ പാടിടേ യേശുവിനെ ആരാധിക്കണം ഹല്ലേലൂയ പാടിടും സർവശക്തനായവനേ യേശുവിനെ ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവൻ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനേ രാത്രി ദൈവം വിളിച്ചെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങൾ ചേർത്ത് ആത്മാവിൽ ഒരു നിമിഷം അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാണ് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹായുഗത്തിന്റെ ഈ 3-ാം ദിവസം രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ വിലയേറിയ സാന്നിധ്യവും ദൈവകൃപയും ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ വെളിപ്പെടുവാൻ ഇതിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള സമയം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ അതിശക്തിയോടെ ഇറങ്ങി വരുവാനിടയായി ആത്മീക ആരാധനയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിയന്ത്രിപ്പാനിടയായി തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിപ്പാൻ
ആമീൻ. തന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രി ക്രൂശിന്റെ മറയിൽ മറച്ച് അതിശക്തിയോടെ തിരുവചനങ്ങളെ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ, അനേക പാപികൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരിക്കൽ കൂടി ഈ കുട്ടക്കോണ ദേശത്ത് വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും മൂടി ആത്മാവിൽ ഒരുമിച്ച് നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഗിദയോൻ ഗോസ്പൽ ആമീൻ മിഷൻ സംഘടനയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ സോളമനും പാസ്റ്റർ ഷിബിയും മുൻപിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കുന്നതായിരിക്കും. അതിനായി ദൈവദാസന്മാരെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. Glory to God, glory to God, glory to God. Hallelujah, hallelujah, hallelujah. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രിയിൽ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച നിന്റെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, മനോഹരമാവുന്ന ഗാനങ്ങൾ പാടി അങ്ങേ ആരാധിപ്പാൻ ടീമിനെ ദൈവം ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനം ശുശ്രൂഷിക്കുന്ന അഭിഷക്തനെ ഇന്ന് രാത്രി ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കണമേ. ദേശത്തിന് ആവശ്യമായ ദൂതുകൾ ഇന്ന് രാത്രി ദൈവം അറിയിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ദൈവം സഹായിക്കും. ശബ്ദവും വെളിച്ചവും എല്ലാം ദൈവം നിയന്ത്രിക്കും. ഈ ഗ്രൗണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തന്മാർക്കായി, സഭകൾക്കായി സ്തോത്ര. ഈ കൺവെൻഷൻ യോഗ മിനിസ്ട്രിക്ക്, സഭയ്ക്ക്, ദേശത്തിന് ഒരു വലിയ വിടുതലാക്കി ദൈവം തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. യേശു നാം തന്നെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ കൺവെൻഷൻ യോഗത്തിന്റെ മൂന്നാമത്തെ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച ആരാധന തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ ഇവിടുന്ന് ബലപ്പെടുത്തി. തുടർന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ഞങ്ങളുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവിക ആലോചനകളെ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിക്കണമേ. അതിനായി തന്റെ ദാസനെ അവിടുന്ന് അഭിഷേകത്തിന്റെ മറവിൽ മറച്ച് അധരത്തോട് കൂടെ ഇരുന്ന് ഈ രാത്രികാലം ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദപരിധിക്കകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് തടയിടുന്ന അവൻ സകല മാനുഷികമായ പൈശാചികമായ വെല്ലുവിളികളെയും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ സുവിശേഷ മഹായുഗത്തിന്റെ ഈ മൂന്നാം ദിവസം രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രികളിലായി പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ സാന്നിധ്യം ഈ കൊട്ടക്കോണ ദേശത്തിൽ അതിശക്തിയോടെ ചലിക്കുവാനിടയായി. ഹല്ലേലൂയ. ഈ മൂന്നാം ദിവസവും നമ്മെ തൊടുവാൻ നമ്മുടെ കർത്താവ് ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയുക്തപ്പെട്ട് കടന്നു വന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ കെ എബ്രഹാം അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ സ്വാഗതവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഗിദയോൻ ഗോസ്പൽ മിഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥാപക പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ മണിയൻ അവர்கள் ഇന്ന് രാത്രിയിലും നമ്മോട് കൂടെ ഉള്ളതിൽ സന്തോഷിക്കുന്നു. ദൈവദാസനെയും ഞാൻ ഇന്ന് രാത്രി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ഭൃത്യന്മാർ ഈ സ്റ്റേജിന്റെ മുൻപിലായിട്ടുണ്ട്. അവരെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവദാസനോട് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദിവസങ്ങളിൽ നമ്മോടുകൂടെ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന സാദിദ് ഗോസ്പൽ ടീമിലെ എല്ലാ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും പ്രത്യേക ഈ മൂന്നാം ദിവസം യോഗത്തിലേക്ക്
പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ എൻ്റെ മുൻപിലായിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചലമായ നാമത്തിൽ ഇന്ന് രാത്രി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ആമേ, സ്വർഗം നമ്മുടെ മധ്യേ തുറക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാം ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അടഞ്ഞ പ്രൈസ് ദി ലോർഡ് കല്ലറകൾ തുറന്ന് അരിമനായകനെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് മൂന്നാം ദിവസം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഈ രാത്രി വടി നീട്ടുവാൻ ഒരു മോശയുണ്ടെങ്കിൽ ആഴിയെ പിളർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിപ്പാൻ ഒരുക്കമുള്ളൊരു ഏലിയാവ് കർമ്മയിലുണ്ടെങ്കിൽ ആ ഏലിയാവിന് വേണ്ടി തീയിറക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കുവാൻ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഒരു ശമൂവേൽ ബാലൻ ദേവാലയത്തിനകത്തുണ്ടെങ്കിൽ അവനോട് സംസാരിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അഭിഷിക്തന്മാർ വന്നു എന്നുള്ളതല്ല പ്രത്യേകത. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. വടി നീട്ടുവാൻ മാത്രമേ മോശയെ കൊണ്ട് കഴിയത്തുള്ളൂ. ആഴിയെ പിളർക്കുവാൻ മോശയെ കൊണ്ട് കഴിയത്തില്ല. ആഴി പിളരണമെങ്കിൽ എൻ്റെ അപ്പൻ വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർമ്മേലായിരിക്കുന്ന ഏലിയാവിന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഏലിയാവിന് തീയിറക്കുവാൻ കഴിയത്തില്ല. കർമ്മേൽ തീയിറങ്ങണമെങ്കിൽ എന്റെ തമ്പുരാൻ വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിനകത്തിരിക്കുന്ന ശമൂവേലിന് കേൾക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവന് സംസാരിപ്പാൻ കഴിയത്തില്ല. ശമൂവേൽ കേൾക്കണമെങ്കിൽ എന്റെ ദൈവം സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന് കേൾക്കണമെന്നുള്ള ചിന്തയോടെ ഈ കൊട്ടർക്കോട് ദേശത്ത് ഇരിക്കുന്ന ഓരോ ദൈവമക്കള് വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നെങ്കിൽ ഇതുവരെ കേൾക്കാത്ത ദൈവിക ദൂതിന്റെ ആഴമേറിയ സന്ദേശങ്ങള് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദേശത്തോട് വിളിച്ചു പറയുവാൻ ഒരു പ്രത്യേക അഭിഷേകത്താൽ ഇന്ന് രാത്രി ദൈവം തന്നെ അഭിഷിക്തന് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന് ശക്തിയോടൊന്ന് സ്വാഗതം ചെയ്താട്ട് ആ കരങ്ങൾ ശക്തിയോടെ ഇന്ന് രാത്രി അടിച്ച് ഇന്ന് രാത്രി ദൈവദാസൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന മാരക രോഗങ്ങൾ ഈ രാത്രി സൗഖ്യം പ്രാപിപ്പാൻ പോകുക. ഇല്ല പാപികൾ ഈ ദേശത്ത് മാനസാന്തരപ്പെടുവാൻ പോകുക. ഇല്ല പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ പോകുക. കാണുന്ന കണ്ണുകൾ അമ്പരപ്പെടുമാറ്, കേൾക്കുന്ന ചെവികൾ മുഴങ്ങുമാറ് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യത്തിന്റെ മഹത്വം അവ ഇറങ്ങി വരുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അവ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന് പ്രത്യേകതയുണ്ടത് തേനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറിയത്. ഹല്ലേലൂയ. പക്ഷേ നാമെല്ലാം പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർ നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അങ്ങേ പോണതും ഇങ്ങേ പോണതും ഇങ്ങ് വരണം. ഹല്ലേലൂയ എന്ന് വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. എന്നാൽ ഇന്ന് രാത്രി അടുത്ത പ്രൈസ് ദി ലോർഡ് ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കൊടുക്കണം? വില കൊടുത്തു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവ് സാരാഭാത്തിൽ പോയി വിധവയോട് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ച ദൈവദാസി വെള്ളം എടുക്കുവാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ ദൈവദാസ തട്ടിപ്പറഞ്ഞ, ആന്റി പോയി വരുമ്പോൾ ഒരു അട കൂടി കൊണ്ടുപോവാ. ഇന്നത്തെ ഇവിടുത്തെ ആന്റിമാരാണെങ്കിൽ പറയും, പാസ്റ്റേ ഒരു അടയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഇവിടെ ഒരു അടയ്ക്കുള്ള മാവുണ്ട്, പക്ഷെ വെള്ളം കൂട്ടി ഞാൻ 3 എണ്ണം ചൂടാൻ പോവാ. സ്വോത്രം വരുന്നില്ലല്ലോ, എല്ലാവരും പേടിച്ചിരിക്കുക. ഹല്ലേലൂയ. വെള്ളം കൂട്ടി ഞാനത് 3 എണ്ണം ചൂടാൻ പോവാ. ഒന്ന് പാസ്റ്റർക്ക്, ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ കുഞ്ഞിന്. ഹല്ലേലൂയ. പണ്ട് പത്രോസ് പറഞ്ഞ പോലെ. പക്ഷേ അവൾ വെള്ളം കൂട്ടുവാൻ പോയില്ല. അവൾ ഏറ്റവും നല്ല അട ദൈവദാസന് ഉണ്ടാക്കി കൊടുക്കുവാനിടയായി. എൻ്റെ ഭാവന ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പക്ഷേ ദൈവദാസൻ നല്ല അട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു പൈതൽ കിടന്ന് കരയുന്നുണ്ടായിരിക്കും. അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട്. അവൻ കരയുമ്പോൾ അമ്മ ഒരു പക്ഷെ അവന്റെ വായ പൊത്തി പറഞ്ഞു, മോനെ നീ കരയരുത്, നീ കരയരുത്, ദൈവദാസൻ കഴിക്കട്ടെ. നമ്മുടെ വീട്ടിൽ വന്ന ദൈവദാസന് ഒത്തിരി ദൂരെ നിന്ന് വന്നവൻ, അതുകൊണ്ട് അഭിഷിക്തൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് വാവൊത്തിയെങ്കിലും അവൻ കരച്ചു നിർത്തിയില്ല. അവന് വീണ്ടും കരയുവാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, ഇല്ല മോനെ, മാവ് തീർന്നെന്നല്ലേ പറഞ്ഞത്. അവനെ കാണിക്കുവാൻ വേണ്ടി ഒരു പക്ഷേ എന്റെ ഭവനിൽ പറയുകയാണ്. അമ്മ അവനുമായിട്ട് കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്ന് അമ്മ പ്രൈസ് ദി ലോർഡ് കലത്തിന്റെ ആ മൂടുപടം തുറന്ന് അവനെ കാണിക്കുമ്പോൾ അമ്മ ഞെട്ടിപ്പോയി. അവൻ കലം തുളുമ്പി മാവിത നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവമൈതലേ, നിനക്കുള്ളത് നീ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായാൽ അവൻ സ്വർഗത്തിൽ ഉള്ളത് നിനക്ക് ഇന്ന് രാത്രി ദൈവം തരുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
സമയമാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഗാനം ആലപിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. അതിനുവേണ്ടി സമയത്തെ ഞാൻ വേർതിരിക്കുന്ന ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഗിഡിയോൺ ഗോസ്പൽ മിഷന്റെ ആമേൻ ആ വലിയ ജനറൽ കൺവെൻഷന്റെ 3-ാം ദിനമാകുന്ന ഈ രാത്രിയിൽ വിവിധ ഭവനങ്ങളിൽ, വിവിധ ദേശത്ത്, വിവിധ സഭകളിൽ ആയിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തോട് കൂട്ടിച്ചേർത്ത കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു വേണ്ടി സംഘടിപ്പിച്ച കർത്താവിന്റെ ഭൃത്യന്മാർക്കായി, കർത്താവെ അതിന്റെ പ്രസംഗമായി മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി, ഇവിടുത്തെ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അധികമായി അനുഗ്രഹിക്കുമാകണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ ദൈവം ഇന്ന് രാത്രിയിൽ ദാഹത്തോടെ, താല്പര്യത്തോടെ, ആമേൻ ആകാംക്ഷയോടെ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഉള്ളങ്ങളിലും ദൈവത്തിന് ആത്മാവിന്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കുവാൻ ദൈവാത്മാവ് ഇടപെടുമാകണമേ. ഇതുവരെയും ഗാനങ്ങളിലൂടെ ദൈവശക്തി വ്യാപരിച്ച് ഉള്ളങ്ങളെ സന്തോഷിപ്പിച്ചവർക്കായി സ്തോത്രം. അത് മാത്രമല്ല കർത്താവേ, സമാധാനമില്ലാതെ, ജീവിത സന്തോഷമില്ലാതെ, കുടുംബങ്ങൾ തകർന്നുകൊണ്ട്, രോഗത്താൽ വലഞ്ഞുകൊണ്ട്, ഭാരത്താൽ വലഞ്ഞുകൊണ്ട് ജീവിത സന്തോഷം അനുഭവിപ്പാൻ ആമേൻ ആകാംക്ഷയോടെ ദൈവവചനം ശ്രവിക്കുവാൻ കടന്നു വന്ന ദൈവമക്കൾക്കായി അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ട കർത്താവിന്റെ ഭൃത്യനിലൂടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ളങ്ങളെ വ്യാപരിക്കുവാൻ ദൈവാത്മാവ് ഇടപെടണമേ. പാപികൾ മാനസാന്തരപ്പെടുവാനിടയാക്കണം. എല്ലാവിധമായ പൈശാചിക ബന്ധനങ്ങൾ ദേശത്തെ ഭരിച്ചു മുടിച്ച് അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിച്ചു പോകട്ടെ. പ്രത്യേക കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ മനസ്സോടെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. അത് ദൈവമഹത്വത്തിനായി ഈ യോഗങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുവാൻ ദൈവം ഇടയാക്കണം. അവരെ അധികമായി അനുഗ്രഹിക്കണം, അധികമായി ശക്തീകരിക്കട്ടെ. ധാരാളം കൊടുക്കുവാൻ ദൈവം സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. യാതനകൾക്കാണ് സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയം ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ടൊരു ഗാനം നമ്മൾ ഒരുമിച്ച് ചില ഈ കുടുംബത്തിലെ ആമേൻ ദൈവമക്കൾ ചേർന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ എല്ലാവരും ദയവായി എഴുന്നേറ്റ് മുൻപിലേക്ക് വരുമ്പോൾ തന്നെ ഒരു നോട്ടീസ് ഞാൻ ഇതരണത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. സ്തുതി ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 7ാമത്തെ സുവിശേഷ മഹായോഗം സ്ഥലം സ്തുതി ക്രിസ്ത്യൻ ചർച്ചിന് സമീപം കീഴാനൂർ ചർച്ച് നട, ചെറിയ കൊല്ല. തീയതി 2013 ജനുവരി 28 തിങ്കൾ മുതൽ ഫെബ്രുവരി 3 ഞായർ വരെ. സമയം എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ 9:30 വരെ. പ്രാസംഗികർ പാസ് ജോബി ഹാൽവിൻ. ഈ യോഗങ്ങളിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ കൺവെൻഷന് വേണ്ടി പാസ് രാജു തോമസ്, സുപ്രസിദ്ധ ഗായകർ ഡിവൈൻ കോറസ് ടീം തിരുവനന്തപുരം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ഏവരെയും ആ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി കരങ്ങളടിച്ച് ചേർന്ന് പാടി ഒരുമിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കായി വഴുകുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കായി വഴുകുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ,
നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീരച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീരച്ചതല്ല. ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നീരക്കായി നൽകിയിരുന്നു. ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നീരക്കായി നൽകിയിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരു കുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഒറ്റൊരു കുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീരച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീരച്ചതല്ല. തോന്നി എന്റെ ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിരുന്നു. തോന്നി ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിരുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഓ ഹല്ലേലൂയ വൈഡാര വൈഡാര സംഗാനര വൈഡോനോ വൈശാനര വൈഡാരേനാര വൈഡാരേന ഔദാരിബ വൈഡാരേന ഉരവര വൈശാനികാര അംസോരിമ വൈഡാരേന ഉരവര വൈഡാരേന എന്റെ കരങ്ങൾ പഠിച്ച് വായിക്കുന്ന തുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കോടി കോടി കണക്കിന് ദൈവദൂതമായിരം സഹാബുകൾ 24 ദൂതന്മാർ 4 ശില്പികൾ സൂര്യാസനത്തിരിക്കുന്ന നടക്കപ്പെടുന്ന കുഞ്ഞാടിനെ 2 കൊണ്ട് മുഖം കൂടി 2 കൊണ്ട് പാദം കൂടി 2 ചെറുതി കൊണ്ടു ചാരത്തിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ സ്തുതികൾക്ക് യോഗ്യൻ. അവൻ അത്ഭുതങ്ങൾക്ക് യോഗ്യൻ. Yes. 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 ഹല്ലേലൂയ. വന്റെ പ്രാർത്ഥനയോട് പ്രതീക്ഷയോട് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അരിമനാഥന്റെ ദിവ്യമായ സാന്നിധ്യം ഈ ഗ്രൗണ്ട് മുഴുവൻ, ഈ ശബ്ദപരിധി മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളടക്കം കൊച്ചുമക്കളെല്ലാം കൂടി വല്യപ്പച്ചനും വല്യമ്മച്ചി എല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് പാടിയത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.
അത് കണ്ടപ്പോൾ ഇവിടുന്ന് ചില വല്യമ്മച്ചിമാർക്കും വല്യപ്പച്ചന്മാർക്കും തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ കുടുംബമായിട്ട് പാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അതിനുള്ള അവസരം നിങ്ങൾക്കും തരട്ടെ. സ്തോത്രം. ഒരു നിമിഷം കുടുംബത്തിനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ കർത്താവേ, പ്രിയപ്പെട്ട മണിയൻ പാസ്റ്ററി, അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് തുണയായി കൊടുത്തവരെയും അവരുടെ കൊച്ചുമക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ നടത്തണമേ. ശുശ്രൂഷകളെ മാനിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവരെ ഉപയോഗിക്കണമേ. കർത്താവേ, പ്രതികൂലത്തിൻ്റെ മധ്യയെ തകർന്നു പോകുമെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് തമ്പുരാൻ ശത്രുവിന്റെ സകല പദ്ധതികളെയും ഉടച്ചു കളഞ്ഞ്, ഹല്ലേലൂയ, താമ്ര കഥകളെ ഉടച്ചവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചവൻ, കൽദയ ബാബിലോണിയ സാമ്രാജ്യങ്ങളെ ഉടച്ചവന്റെ ഭക്തന്മാർക്ക് വഴിയൊരുക്കുക ദൈവം എന്റെ മക്കളെ അനുഗ്രഹിച്ച് എത്രത്തോളം കൊണ്ടുവന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് അനുഗ്രഹിക്കും. നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിംഗിൽ പങ്കെടുത്തവർക്കറിയാം, എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട്, ഈ ശബ്ദപരിധി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വചനം അയച്ച് എൻ്റെ തമ്പുരാൻ അനേകരെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാലും അതിനേക്കാളൊക്കെ ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. അത് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം ദൈവശക്തി വ്യാപരിക്കും. മനുഷ്യന്റെ തൊലി മുറിക്കാതെ ഹൃദയം മുറിക്കുന്ന വാളാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. മനുഷ്യന്റെ ശരീരം മുറിയാതെ ഹൃദയം മുറിയും, പക്ഷേ രക്തം വരികയില്ല, കണ്ണുനീര് വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹൃദയത്തിന്റെ ചിന്തകളെ, ആമേൻ, ഭാവനകളൊക്കെ വിവേചിച്ച് അവനെ നടത്തുന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇന്ന് രാത്രിയും ആ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്ത, അതിനാധാരമായ ഒരു വേദഭാഗം ബൈബിളിൽ നിന്ന് വായിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം, അതിന്റെ 1-ാം അധ്യായം, അതിന്റെ 2-3 വാക്യങ്ങൾ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടിരിക്കുമ്പോൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. യെസ്, ആമേൻ, ഹല്ലേലൂയ. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. ശ്രദ്ധിക്കണം. ആമേൻ. നെഹമ്യാവ് അവരോട് 2 കാര്യങ്ങളാണ് ചോദിച്ചത്. 1, എന്റെ സഹോദരന്മാർ എങ്ങനെയുണ്ട്. 2, കർത്താവിൻ സഭ, ആമേൻ, യെരൂശലേം, ആമേൻ, എങ്ങനെയുണ്ട്. മറുപടി വായിക്കാം. അതിന് അവൻ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ രക്തബന്ധങ്ങൾ, നമ്മുടെ സഹബദ്ധന്മാർ, സഹവിശ്വാസികൾ ഒരുമിച്ച് ആരാധിച്ചവർ ഇപ്പോൾ അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞുപോയി. അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു. അടുത്ത വാക്യം എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. മതി, എല്ലാവരും ബൈബിൾ അടയ്ക്കാം. വെച്ച് വായിക്കരുത്. ആമേൻ. ഈ വാക്യം വായിച്ചു തീർന്നു. ഇനി നിങ്ങൾ വായിക്കുന്നത് അധ്യായം മുഴുവൻ വായിക്കും. അത് നമുക്ക് സമയം ഇപ്പോഴില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കർത്താവ് തന്നതോർത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ അടുത്തിരിക്കുന്നവർ കേൾക്കട്ടെ നിങ്ങളുടെ സ്തോത്രത്തിന്റെ ശബ്ദം. വാതർന്ന് സ്തുതിച്ചാട്ടെ. യവനക്കാർ, കുമാരന്മാർ, ആമേൻ, കുമാരത്തികൾ, ആമേൻ, കൊച്ചു കുഞ്ഞുങ്ങൾ, ബാല്യക്കാർ, ബാലന്മാർ, എല്ലാവരും വൃദ്ധന്മാർ, ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ പേരും വാതർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കെല്ലാം നല്ല ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നത് കേൾക്കട്ടെ. അത് തെറ്റായ ഒരു കാര്യമല്ലല്ലോ ദൈവത്തെ സ്തുതിക്കുന്നത്. കുഞ്ഞെ, വാതർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം എന്ന രാത്രി അരിമനാഥൻ നമുക്ക് നൽകി അതിന്റെ ആഴങ്ങൾ പൊരുളുകൾ തിരിച്ചെടുത്തുന്ന രാത്രി ആവോളം ഭക്ഷിച്ചു മടങ്ങിപ്പോകുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസന്തോഷത്തോടെ ഈ രാത്രി മടങ്ങിപ്പോകേണ്ടതിനായി പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം ഇന്ന് രാത്രി മാംസപേശികളെ, ഹല്ലേലൂയ, ഇന്ന് രക്തധമനികളെ, അസ്ഥികളെ, ഇന്ന് രാത്രി ശരീരത്തിന് അവയവങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഈ രാത്രി തൊട്ട് ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ അനുഗ്രഹം വിടുതൽ പ്രാപിച്ചു പോകേണ്ടതിന് ഒരറ്റ മുതൽ
മറ്ററ്റം വരെ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് കൃപയുള്ളവർക്ക് വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാം. കരം അടിക്കേണ്ടവർ കരം അടിക്കാം, കരം ഉയർത്തേണ്ട കരം ഉയർത്താം, അന്യഭാഷ പറയേണ്ടവർക്ക് പറയാം, ശബ്ദത്തിൽ ആരാധിക്കണവർ ആരാധിക്കാം, എഴുന്നേൽക്കേണ്ടവർക്ക് എഴുന്നേൽക്കാം, നൃത്തം ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഈ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ശക്തമായി കൈകെട്ടിയിരിക്കരുത്, വായടച്ചിരിക്കരുത്, നാം അടച്ചിരിക്കരുത്. വാ തുറന്ന് ഒരു സ്തോത്രം പറയാനല്ല, ഒന്ന് നിർത്തുന്ന അടുത്ത പറയാൻ, ഒരു സ്തോത്രം നിർത്തുന്നത് അടുത്ത സ്തോത്രം പറയാൻ ശക്തമായി ഈശ്വരന്റെ കണ്ണു തുറന്ന് അലക്ഷ്യമായി അവരെ നോക്കിയിരിക്കരുത്. സ്തോത്രം ദൈവാത്മാവിന്റെ വ്യാപാരമാണ്. പരിശുദ്ധാത്മാവിന്റെ തീ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കൊടുത്ത് ശരീരം കീറി മുറിച്ച എടുത്തുകളേണ്ട അവയവങ്ങളും ചീഞ്ഞ മാംസങ്ങളും മുഴകളും ഒക്കെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അപ്രത്യക്ഷമായി പോകും. ആരും നിന്റെ ദേഹത്ത് കൈപോലും വെക്കണ്ട. ഇന്ന് രാത്രി ആരാധനയിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിന്റെ ആരാധനയിൽ, ശുശ്രൂഷയിൽ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിലെ വിടുതലുകൾ ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ, ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ എവിടെയെല്ലാം ദൈവവചനം കേൾക്കുന്നോ, നിന്റെ വരാന്തയിൽ, ബെഡ്റൂമിനകത്ത്, അടുക്കളയ്ക്കകത്ത് ജോലി ചെയ്യുന്ന മാതാവേ, പിതാവേ, ടെലിവിഷൻ ഓഫ് ചെയ്യ്. അല്പസമയത്തേക്ക് ആ ടെലിവിഷൻ ഇന്ന് രാത്രി ഓഫ് ചെയ്ത് വെക്കാം. യേശുവിന്റെ വചനം നിന്റെ വീട്ടിനകത്തെ കയറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വീടിനെ തൊടട്ടെ. യേശുവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുക്കുക. ഈ ആരാധന വിടുതല, ഈ ആരാധന അത്ഭുതമാ. നിന്റെ ശരീരത്തെ ദൈവാത്മാ തൊടുന്നു. തീ ഇറങ്ങിയാൽ ചിലരെ എന്നാൽ നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ചോ, നീ ആരാധിക്കാമെന്ന് പറയുമ്പോൾ ആരാധിച്ചോ. അരിമ മണവാളനോട് വിശ്വസ്തയല്ലാത്ത നീ ഏത് മണവാളനോട് വിശ്വസ്തയാകുമെന്ന പൊട്ടിപ്പോകും. 8 മണവാളെങ്കിൽ വന്നു പോയാലും നീ ശരിയാകുമെന്ന് തോന്നുന്നില്ല. നമ്മളെയും വിട്ട് അവളെ വഷളായി പോകുമെന്ന് പൗലോസിന് തന്നെ പേടിയുണ്ടായിരുന്നു. സ്തോത്രം. ചിലരുടെ മുഖം കണ്ടാൽ അവർക്കും പേടിയുണ്ട്. വഷളായി പോകുമോ, ഈ കൊല്ലം തന്നെ കോളേജിൽ വെച്ച് വഷളായി പോകുമോ എന്ന് പേടിയുള്ളവർ കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ പേടി മാറാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ. ദൈവത്തോട് വിശ്വസ്തയാകുക, ദൈവത്തോട് വിശ്വസ്തയാകാൻ. സ്തോത്രം. ചിലരൊക്കെ 41, 21 ഒക്കെ ഇരുന്ന്, ഇവിടെ 41 കഴിഞ്ഞോട്ടോ 100 ദിവസത്തേക്ക് തുടങ്ങി. ഇവിടെ 2-3 പോസ്റ്റർ ഉണ്ട്. 100 ദിവസത്തെ ഉപവാസം. എന്നാൽ പിന്നെ മരണപര്യന്തം എടുക്കല്ലോ. ഇനിയിപ്പോൾ എന്തോ 140 വെക്കുന്ന ജീവനുള്ള കാലത്തോളം ഉപവാസം. ഒരു പോസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. ഫ്രീസലോ. സ്തോത്രം. എന്തായാലും നല്ലതാണ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. സ്തോത്രം. ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. എന്തൊക്കെ ആയിരുന്നാലും ഈ ചില കൃപാവരങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. ഫ്രീസലോ. എന്താ എഴുന്നേക്കുമ്പോഴും കിട്ടാത്ത, ഇരിക്കുമ്പോഴും കിട്ടുകയില്ല, എഴുന്നേക്കുമ്പോഴും കിട്ടുകയില്ല, ആയുസിൽ ഒരിക്കലും കിട്ടുകയില്ല. വിഷയം ലൂക്കോസ് 16:9-10 കിടപ്പുണ്ട്. സ്തോത്രം. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് അടുത്ത് വെച്ചേ, ഇതൊന്ന് കേട്ടേ. നിങ്ങൾ എന്നിട്ട് ആ പേന എടുത്തൊന്ന് കുറിച്ചെടുക്ക്, എന്നിട്ട് വീട്ടിൽ പോയിരുന്ന എടുത്ത് വായിക്ക്. വെട്ടവുമില്ല, വെളിച്ചമില്ലാത്തടത്ത് എല്ലാം കൂടെ എടുത്ത് വെച്ച് യോഗനാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഒരാൾ. സ്തോത്രം. ഇതൊന്ന് വായിച്ച അല്ലേ ലൂക്കോസ് 16:9-10. വായിക്കാം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളും. ഇതാണ് അനീതിയുള്ള മാമൻ. ആരാ അനീതിയുള്ള മാമൻ? ആരാ? പണം, മണി. അമേൻ. നിനക്ക് നമ്പുരാൻ തരുന്ന പൈസ കൊണ്ട് നീ ആരെ ഉണ്ടാക്കണം? സ്നേഹിതന്മാരെ ഉണ്ടാക്കണം. അതില്ലാതെ ആ പൈസ തീരുമ്പം അവർ നിത്യകൂടാരങ്ങളിൽ ഇത് ഈ കൊടുത്ത പൈസയും ഈ ഉണ്ടാക്കിയ സ്നേഹിതന്മാർ ഈ സൂചന വിലയൊക്കെ സ്വർഗത്തിൽ ഒരു കണക്കായിട്ട് കടന്നോളൂ. അടുത്ത വായിച്ചോ, 10 വായിച്ചോ. അത്യുൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അടുത്ത വാക്യം. അത്യുൽപ്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അടുത്ത വാക്യം. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായി. അതായത് അതായത് നിനക്ക് തന്ന നിസാര പൈസയിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ, വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർഭരമേൽപ്പിക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നീ ചോദിച്ച രോഗശാന്തിയാ ചോദിച്ച. കർത്താവ് പറയുന്നത് പൈസയേക്കാൾ വലുതാണ് രോഗശാന്തി. അമേൻ. പൈസയേക്കാൾ വലുതാണ് ഭൂതശാന്തി. പൈസയേക്കാൾ വലുതാണ് യേശുവിന് വേണ്ടി പാടുന്നത്. സ്തോത്രം പറഞ്ഞിട്ടിരിക്കെ. പൈസയേക്കാൾ വലുതാണ് സ്തോത്രം പറയുന്നത്. പൈസയേക്കാൾ വലുതാണ് ഹല്ലേലൂയ. പൈസയേക്കാൾ വലുതാണ് ഓർഗൻ വായിക്കുന്നത്. സ്വത്രം. ദൈവത്തിന്റെ സകല കൃപയും പൈസയേക്കാൾ വലുതാണ്. ഏത് കോടീശ്വരന്റെ ഇരിക്കുന്ന കോടിക്കണക്കിന് സ്വത്തും ഒരു സ്വോത്രത്തിന്റെ താഴെ നിൽക്കും. ആർക്ക് മനസ്സിലായിട്ട് കൈയടിച്ചത്? ആര് സ്വോത്രം പറയാനാ? ഇവിടെ 2-3 ദൈവദാസന്മാർക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വോത്രം. എന്റെ തമ്പുരാന്റെ സകല കൃപകളും അവൻ ഈ ലോകത്തിലെ ഏത് പൈസയ്ക്കും മുകളിലാണെന്നറിയണം. ഒരു ഹല്ലേലൂയയുടെ വില എന്നാണ് അറിയാമെങ്കിൽ നീ ഇങ്ങനെ വായും പൂട്ടിയിരിക്കുമോ? കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ, ഇന്ന് രാത്രികാലം കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ. സ്വോത്രം. ആമേൻ.
ഒരു മൂരിക്ക് എന്നാ വില വരും? നല്ല കൊമ്പും കുളമ്പുള്ള ഒരു മൂരിക്ക് എന്നാ വില വരും? സാധനെ ഒന്ന് ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞാൽ മതി. ഉദ്ദേശം ഒരു പൊതുകാര്യ പ്രവർത്തകനാണല്ലോ ഒന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. സ്തോത്രം. ആ മൈക്കിനകത്തോട് പറഞ്ഞാൽ നല്ല ഒരു മൂരി അമേൻ ഒരു കാളയ്ക്ക് എന്നാ വില വരും? അമേൻ 12,500 കൃത്യം കണക്ക്. സ്വത്രം എഴുതിയിട്ടോ. അങ്ങനാണെങ്കിൽ ഇന്ന് വൈകിട്ട് വന്നേ പിന്നെ മൊത്തം എത്ര സ്വത്രം പറഞ്ഞു? എത്ര അല്ലേ പറഞ്ഞു? ഒരു ചുമ്മാ ഒരു കണക്ക് പറ. ഒരു ആ മൈക്കം കൊണ്ട് കൊടുക്കുക. എത്ര പറ? ഒരു 500, ഒരു 100 എണ്ണം. എന്നാലും ഒരു ഇന്ന് പറഞ്ഞത് പറഞ്ഞാൽ മതി. ഇന്ന് പറഞ്ഞത് ഒരു 100, ഒരു 60 എണ്ണം അങ്ങോട്ട് കൊടുക്കുക. 60 ഗുണം 12,500 മൊത്തം എന്നാ ഡിപ്പോസിറ്റ് ആയി നോക്കിയ സ്വത്രം. ഒരു മൂരിക്ക് 12,500 ആണെങ്കിൽ 60 സ്വത്രം പറഞ്ഞെങ്കിൽ 12,060 കൊണ്ട് ഗുണിക്കുക. അത്രയും പണം സ്വർഗത്തിൽ സാധനത്തിന്റെ പേര് ഡിപ്പോസിറ്റാ. ഇനി ചെക്ക് എഴുതാൻ സുഖമായിട്ട് എഴുതല്ലോ. ഡിപ്പോസിറ്റ് ഇല്ലാത്തവൻ എങ്ങനെ ചെക്ക് എഴുതും? നിന്റെ പ്രാർത്ഥന ചെക്ക അത് മാറി വരണമെങ്കിൽ ഡെപ്പോസിറ്റ് വേണം. അവിടെ സ്വത്രം അല്ലേലിയായി കൊടുക്കുക. നിന്റെ ഈ ലോകത്തില് ഏത് ബിൽഗ്രേസ് സോഫ്റ്റുമായി ഉടമസ്ഥനായ ബിൽഗ്രേസിനേക്കാൾ കോടീശ്വരൻ അവൻ ആരാ? അവൻ ആരാധിക്കുന്നവനാ. അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാ. ഹല്ലേലൂയ. ഇതിന് ദൈവം എന്തോ ടെസ്റ്റാ ചെയ്തെന്നറിയോ? അതോ ഭയങ്കര ടെസ്റ്റ് തന്നെയായിരുന്നു. ആദ്യം കാശ് കൊടുത്തു പെന്തക്കോസ്തുകാർക്ക്. എന്നിട്ട് ഇതിൽ വിശ്വസ്തനാണോ എന്ന് അറിഞ്ഞിട്ട് വേണം രോഗശാന്തി കൊടുക്കാൻ. ഇതൊരു ഭയങ്കര ഘട്ടമായി പോയി. സ്തോത്രം. അതിൽ വീണ് പോയപ്പം കർത്താവ് ചോദിച്ചു, ഇതിൽ നീ കറക്റ്റ് അല്ലെങ്കിൽ സത്യമായത് നിന്നെ ആരേൽപ്പിക്കും? 100 അല്ല 150 ദിവസം വരുന്നാൽ ഒരു മൂക്കിപ്പനി നീ പ്രാർത്ഥിച്ചാൽ പോവുകയല്ല. എന്താ കാര്യം എന്നറിയോ? നീ ആദ്യം പണത്തിൽ വിശ്വസ്തൻ. ഏറ്റവും അനീതിയുള്ളതും നിന്നെ ചതിക്കാൻ സാധ്യതയുള്ളതും നിന്നെ ചതിച്ചിട്ടുള്ളതും നിന്നെ കൊഞ്ചിച്ചിട്ടുള്ളതും നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളതും എല്ലാം ഈ പണമാണ്. അല്ല നാർക്കലെന്ന് പറയാമോ? സ്വത്രം. അതിനോട് നീ വിശ്വസ്തനല്ലെങ്കിൽ, അതിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ സ്വർഗത്തിലെ നിന്നെ എങ്ങനെ ഏൽപ്പിക്കുമെന്നാണ് ചോദിച്ചത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന കടലാസിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ പടമുള്ള ഇവിടുത്തെ കടലാസിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ സ്വർഗീയമായത് നിന്നെ എങ്ങനെ ഫലമേൽപ്പിക്കും? അല്പത്തിൽ വിശ്വസ്തന്, അല്പത്തിൽ വിശ്വസ്തന്. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിലൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മറന്നു പോകല്ലേ. ഒരു ദൂതൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഒരു വാക്യം കൂടെ വായിച്ചിട്ടങ്ങ് പോകാം. സ്തോത്രം. അല്ല ലൂക്കോസ് 12:47 വേഗം ഒന്ന് വായിച്ചോ. 46, 47 കൂടെ ഒന്ന് വായിച്ചു കേൾപ്പില്ല. ലൂക്കോസ് 12:46, 47 ഒന്ന് വായിച്ചോ. അവൻ നോക്കിയിരിക്കാത്ത അറിയാത്ത നാഴികയിൽ ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളോടെ പങ്കു കൽപ്പിക്കുകയും അടുത്ത വായിച്ചോ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് സ്വത്രം പറഞ്ഞു തുടങ്ങുക. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട്. യജമാന്റെ ഇഷ്ടം എന്താ? വിശ്വസ്തയോടിരിക്കുക. ഹല്ലേലൂയ. അതറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരുന്നാൽ ദാസന് വളരെ അടികൊള്ളും. എന്താ അടികൊള്ളും? വളരെ അടി. അതായത് ഇന്ന് രാത്രി കൺവെൻഷൻ വന്നതിന്റെ പേരിൽ, ഇത് കേട്ടതിന്റെ പേരിൽ ഒരു 10 അടി നമുക്ക് കൂടുതലാണ്. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും ഒരുത്തില്ലായിരുന്നു ചിലർ പറയുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ പറയല്ല, വന്നു കഴിഞ്ഞാൽ പറയും. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷമുള്ളവരെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം വിശ്വസ്തയോടെ നിൽക്കുന്നവരെ തമ്പുരാൻ മാനിക്കും. യെരൂശലേമിന്റെ മതിലുമണിയാൽ നെഹമ്യാവിനെ ഉപയോഗിക്കാൻ കാരണം അവൻ വിശ്വസ്തനായതുകൊണ്ട്. ഏൽപ്പിക്കാത്ത ചില ശുശ്രൂഷ ദൈവദാസന്മാർ ദൈവത്തെ സൂചിച്ചു കൊടുക്കും. ഇതൊരു ജനറൽ കൺവെൻഷനാ. ഗിദിയോൻ ഗോസ്പൽ മിഷൻ അനേക ദൈവദാസന്മാർ വന്നിട്ടുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, ദൈവദാസന്മാർ വന്നിട്ടുണ്ട്, കർത്തൃ വേലക്കാരുടെ ഭാര്യമാർ വന്നിട്ടുണ്ട്. ഈ രാത്രി ദൂതേറ്റെടുത്തോ, ഇന്ന് രാത്രി ദൂതേറ്റെടുത്തോ. ആരെയും ഏൽപ്പിക്കാത്ത ചിലത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ആരെയും ഏൽപ്പിക്കാത്ത ചിലത് നെഹമ്യാവേ നിന്നെ ഏൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പ്ലാനുണ്ട്. അതിന് ക്വാളിഫിക്കേഷൻ ഇന്ന് രാത്രി നിന്റെ ശരീരമല്ല, നിന്റെ അറിവല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, നിന്റെ കുടുംബശ്രേഷ്ഠതയല്ല. വിശ്വസ്തത, 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 വിശ്വസ്തത. ഞാൻ മുമ്പോട്ട് പോകുക. ഒട്ടും സമയമില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഇവന്റെ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയാ വിഷയങ്ങൾ? അപമാനവും കഷ്ടവും എന്നുള്ള വിഷയം ഞാൻ ഇന്ന് രാത്രി വിടുക. ഇന്ന് രാത്രി യെരൂശലേമിന്റെ മതിലിലേക്ക് വരാം. സ്തോത്രം. എന്താ പ്രശ്നം? നെഹമ്യാവ് ഇരുന്ന് കരയാനുള്ള കാരണം എന്താ? ഭയങ്കര രസമുള്ള കാര്യമുണ്ട്. ഈ രാജാവിന്റെ പാനപാത്രം വാങ്ങാൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും? അവന്റെ പൊസിഷൻ ഏതാ? നിൽക്കണം. മനസ്സിലായോ?
എന്നാൽ എവിടെയെങ്കിലും ഇരുന്നോണ്ട് രാജാവ് ഇങ്ങനെ നടക്കുമ്പോൾ പുള്ളി ഇരുന്നോണ്ട് ഒഴിക്കാൻ പറ്റുമോ? വിവരം അറിയൂ, സസ്പെൻസാണ്. ആമേൻ. പുറത്തു പോകും. അപ്പൊ ഒരിക്കൽ പോലും നെഹമ്യാവിന് എന്ത് പറ്റിയിട്ടില്ല? ഇരിക്കാൻ പറ്റിയിട്ടില്ല. ആകെ കൂടി പുള്ളി ഇരുന്നത് കരയാനാണ്. ഓ, അത് തന്നെ ദൂത. സ്തോത്രം. ആകെ കൂടി പുള്ളി ഇരുന്നത് കരയാനാണ്. സ്തോത്രം. സത്യം പറയട്ടെ, കൊട്ടരക്കോണത്തുള്ളവർക്ക് നമുക്കെല്ലാം കരയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇരിക്കാൻ നേരം വേണ്ടേ? കാരണം കരയണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇരിക്കണം. ഇരിക്കാൻ സമയമില്ലല്ലോ, നിൽക്കാൻ ഒരു സമയമില്ല. ഈയൊരു അമ്മച്ചി വണ്ടിയെ കയറിയിട്ട് കണ്ടക്ടർ പറഞ്ഞു, അമ്മച്ചി ഇരുന്നാട്ടെ, ഇരിക്കാൻ സമയമില്ല, മോനെ എളുപ്പം പോകണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ ഇരിക്കാൻ ആർക്കും നേരമില്ല. സ്തോത്രം. ഭയങ്കര ധൃതിയ. സ്തോത്രം, സ്തോത്രം. ഞാനങ്ങ് മുമ്പോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. നെഹമ്യാവ് ഇരുന്ന് കരയാനുള്ള കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, യെരുശലേമിന്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ഇന്ന് രാത്രി പാലസ്തീനിലുള്ള യെരുശലേം എന്ന് പറഞ്ഞൊരു പട്ടണത്തിലെ ആരാണ്ടര മതിലിടിഞ്ഞു പോയതിന്റെ സിമെന്റിന്റെ കമ്പിയുടെ കരികല്ലിന്റെ കണക്ക് പറയാനല്ല കെ എബ്രഹാം വന്നിരിക്കുന്നത്. സ്വത്രം. ഇന്ന് രാത്രി യെരുശലേം ഏതാന്ന് പറയാം, എന്നിട്ട് മുമ്പോട്ട് പോവാം. ഈരേ എന്ന് പറഞ്ഞാൽ കരുതൽ. യഹോവ ഈരേ എന്ന് പറഞ്ഞാൽ യഹോവ കരുതും. ഈരേ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? കരുതൽ, കരുതൽ. രണ്ട്, ശാലോം. ആ വാക്കിന്റെ അർത്ഥം എന്താ? സമാധാനം. ഈരേ പ്ലസ് ശാലോം സമം യെരുശലേം. ആമേൻ. അങ്ങനാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നുള്ളവർ കരമൊന്ന് പിടിച്ചാട്ടെ. അപ്പൊ പകുതിയായി. ഈരേ. യഹോവന്റെ സമാധാനം എന്നുള്ളവർ കൈ പിടിച്ചാട്ടെ. അപ്പം രണ്ടുമായി. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ചങ്കത്ത് കൈവച്ച് പറ, പുതിയ നിയമ യെരുശലേം ഞാനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സമാധാനവും ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥാനം ഇന്ന് രാത്രി കൊട്ടരക്കോണത്തുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെന്ന് ചങ്കത്ത് കൈവച്ച് പറ, ഞാനാണ് യെരുശലേം, ഞാനാണ് യെരുശലേം. സന്തോഷിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കുക. ഞാനാണ് യെരുശലേം. അതിന്റെ മതിലായി ഇടിഞ്ഞു പോയത് അല്ലാതെ ഒരു കെട്ടിടത്തിന്റെ മതിലല്ല, ഒരു പട്ടണത്തിന്റെ മതിലല്ല. ദൈവസഭയുടെ സ്തോത്രം, സ്തോത്രം. ചിലര് പറയും എവിടെ മതിലിടിഞ്ഞു, എവിടെ മതിലിടിഞ്ഞാണ്. എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. നീ രക്ഷിക്കപ്പെട്ട കാലത്ത് നിന്റെ പ്രാർത്ഥന എവിടെ പോയി? സ്തോത്രം പറയാം. ദൈവത്തെ സ്തുതിക്കാം. അന്നത്തെ ആരാധന എവിടെ? അന്നത്തെ ഹല്ലേലൂയ എവിടെ? അന്നത്തെ തുള്ളലും ചാട്ടം എവിടെ? അന്നത്തെ ഉപവസിക്കാനുള്ള നിന്റെ ടെൻഡൻസി എവിടെ? അന്നത്തെ ദൈവദാസനുള്ള ബഹുമാനം എവിടെ? പോയില്ലേ? മതിലെവിടേക്കോ ഇടിഞ്ഞിട്ടില്ലേ? എവിടേക്കോ കല്ലുകൾ ഇളകിയിട്ടില്ലേ? ഇന്ന് രാത്രി പറ, അവിടുന്നോട് പറ, സത്യമാവാസേ ഞാനാണ് ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കറിയണ്ട. നിങ്ങളുടെ വീടിനകത്തൂടെ ഇളകിയ കല്ല് കിടപ്പുണ്ട്, അതിനെ ചൊല്ലിക്കറിയാം. നിന്റെ മക്കളെ, നിന്റെ മോളെ ഇന്റർനെറ്റിന് അടിമയായ, മൊബൈലിന് അടിമയായ, മാസികയ്ക്ക് അടിമയായ, സീരിയലിന് അടിമയായ, സിനിമയ്ക്ക് അടിമയായ, വീടിക്ക് അടിമയായ, മദ്യത്തിന് അടിമയായ നിന്റെ കുടുംബത്തെ ഓർത്ത് കരയാൻ. ദൈവത്തെ സ്തുതിച്ചോട്ടെ, ദൈവത്തെ സ്തുതിച്ചോട്ടെ. സ്തോത്രം. ദൈവത്തെ കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പറഞ്ഞ് കരയണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പള്ളിയുടെ പേര് പറഞ്ഞ് കരയണ്ട, പള്ളി കമ്മിറ്റിയുടെ പേര് പറഞ്ഞ് കരയണ്ട, നേരത്തെ പട്ടിയുടെ കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കണ്ട, കുരിശുത്വത്തിന്റെ പേര് കേസുണ്ടാക്കണ്ട, അതിനുവേണ്ടി കോടതിയിൽ പോകണ്ട. എന്റെ പേര് പറഞ്ഞുള്ള അടി നിർത്താം, ദൈവത്തിന്റെ പേര് പറഞ്ഞുള്ള വഴക്ക് നിർത്താൻ, അതിന്റെ പേരുള്ള കോടതി പോകെ നിർത്താം. നിന്റെ കുടുംബത്തിനകത്ത് കുറെ കല്ലിടിഞ്ഞ് കിടപ്പുണ്ട്, കുറെ മതിലിടിഞ്ഞ് കിടപ്പുണ്ട്, അതോർത്ത് കരയാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായ ചില ദൂതുകളിലേക്ക് കയറുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായ ചില ദൂതുകളിലേക്ക് കയറുക ദൈവാത്മാവ്. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാത്മവ്യാപാരം നമ്മുടെ മധ്യ വ്യാപരിക്കും. ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് യേശുവിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി വിട്ടുകൊടുക്കുക. ഈ മതിലുപണിക്ക് വേണ്ടി, ഈ വാതിലിന്റെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയ നെഹമ്യാവിനോട് ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മൈക്കെടുത്ത് പിടിച്ചോ. സ്തോത്രം. നെഹമ്യാവേ, കൂടെ ആരുണ്ട്? ആമേൻ. ഇറങ്ങാൻ കൂടെ ആരുണ്ട്? കയ്യെ പിടിച്ചു തരാൻ ആരുണ്ട്? പറഞ്ഞേ. ആരുമില്ല. നിന്റെ സ്നേഹിതർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്ന് രാത്രി കൂടെ ആരുമില്ലാത്ത, ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന നെഹമ്യാവിന് ഇന്ന് രാത്രി ഞാനൊരു പേരിടട്ടെ. വേദപുസ്തകത്തിലെ ഒറ്റയാൻ, വേദപുസ്തകത്തിലെ ഒറ്റയാൻ. ഓ, ജനം കിടിലം കൊണ്ടു, ജനം ഞെട്ടിമറച്ചു. കാരണം ഒറ്റയാൻ ഇറങ്ങി ആത്മീയ മണ്ഡലത്തിൽ ആനക്കൂട്ടങ്ങളെക്കാൾ എന്റെ ലോകത്തിന് പേടി ഒറ്റയാന്മാരെയാ. ഒറ്റയാൻ, ഒറ്റയാൻ.
Amen. സ്തോത്രം. Hallelujah. Praise the Lord. Praise the Lord. Close it. അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ചേർന്ന് പാട് ആരാധന 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 ഓ ആരാധന ഓ ആരാധന ആരാധന യേശുവേ ആരാധന. ഈ ലോകത്തിൽ അവനോട് തുല്യം ചെല്ലാൻ ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരുമില്ല. അവൻ എത്ര പറഞ്ഞാലും തീരില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ മതിലിലേക്ക് വരാൻ പോകുകയാ. സ്തോത്രം സ്തോത്രം. ഏതാണ് ഈ മതിൽ? ഇടിഞ്ഞുപോയ മതിലേതാ? യെശയ്യാ പ്രവചനം 26:1 യെസ്. അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും. വായിക്കാം. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി കാൽവറിയുടെ കുലത്തളത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞ എന്റെ അരിമനാഥൻ പിതാവായ ദൈവം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഏകജാതനെ കാൽവൽ തകർത്ത് കളയുമ്പോൾ ഇന്ന് രാത്രികാലം തന്റെ ഏകജാതനെ ഒരു കരം കൊണ്ട് താങ്ങി പിടിച്ച് മാനവരാശിക്ക് രക്ഷ പകർന്നു കൊടുക്കുന്ന ആ സ്വർഗീയ നിമിഷം നീതിയും ദൈവം ഒരുമിച്ച് ചുമിച്ച കാൽവരിക്കുന്നില്ലേ ആ സ്വർഗീയ സന്ദേശം ഒട്ടരക്കോണത്ത് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ വെള്ളി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പൈൻപൊന്നുകൊണ്ട് ആ രക്ഷ ഇന്ന് രാത്രി നമുക്ക് മതിലാക്കി തന്ന ദൈവത്തെ ഒന്ന് സന്തോഷത്തോടെ സ്തുതിച്ചാട്ട്. നിന്റെ രക്ഷ അതാണ് നിന്റെ മതില്, നിന്റെ പ്രൊട്ടക്ഷൻ അതാ. ശത്രു അകത്ത് കിടക്കാതെ വീട്ടൻ അകത്ത് വരാതെ നിന്നെ സൂക്ഷിക്കുന്ന മതില് അതാണ് രക്ഷ, അതാണ് സാൽവേഷൻ. അത് അനുഭവിച്ചിട്ടുള്ളവർ, അത് ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ, അത് ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ വായിക്കാം. യേശു ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. അന്ധകാര ശക്തി പിശാച് നിന്റെ അകത്ത് കടക്കാതിരിക്കാൻ തമ്പുരാൻ നിനക്കൊരു വേലി കെട്ടിയിട്ടുണ്ട്, നിനക്കൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. വായിച്ചേ 9-10. അതിന് സാത്താൻ യഹോവയോട് പിശാച് ദൈവത്തിന്റെ സന്നിധി ചെന്ന് കംപ്ലൈൻസ് ഒക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു, നീ കൊട്ടറക്കോണം വഴി പോയായിരുന്നു? പിശാച് പറഞ്ഞു പോയി. മണിയൻ പാസ്റ്ററെ കണ്ടു. എന്നിട്ട് നീ അവിടെ കയറി എന്തെങ്കിലും കാണിച്ചോ? അവന്റെ മറുപടി വായിക്കേ. യെസ്. വെറുതെയോ ദൈവഭക്തനായി മണിയൻ പാസ്റ്റർ വെറുതെയോ ഇങ്ങനെ ഭക്തനായിട്ടിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും സന്തോഷമായില്ലോ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. സ്വത്ര ഒരു വേലിയല്ല. കുമാരദാസ് പാസ്റ്റർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പുള്ളിക്ക് മാത്രമേ വേലിയുള്ളൂ എന്നല്ല, അവനും അവന്റെ മക്കൾക്കും മരുമക്കൾക്കും ഫ്രീസലോ അവനുള്ളതിനും സന്തോഷമുണ്ടോ? ദൈവത്തെ സ്തുതിക്കാൻ മക്കളും മരുമക്കളുമെങ്കിലും നല്ലപോലെ ഒന്ന് സ്തുതിക്കും. ഫ്രീസലോ നിങ്ങൾക്ക് വേണ്ടി കൂടെ അല്ലേ ഞാൻ പറഞ്ഞു. സ്വത്രം സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാതെ ഇന്ന് രാത്രികാലം നീ അവൻ ഉള്ളതിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? തമ്പുരാന്റെ വേലിയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ആ മതിലിനകത്ത് നിൽക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യെസ്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഊസ് ദേശത്തെ ഭക്തൻ 1 നമ്പർ 1, 2 മഹാൻ, 3 നേരുള്ളവൻ, 4 നിഷ്കളങ്കൻ, 5 ദോഷം വിട്ടകലുന്നവൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതാണ്. ഒരു ദൈവം ഇതിനെ കുറിച്ച് ദൈവം പറഞ്ഞതാ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണോ? മഹാൻ, ഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, നേരുള്ളവൻ, നിഷ്കളങ്കൻ. സ്തോത്രം. ഇത്രയും പറഞ്ഞപ്പോ ഇയ്യോബ് പറഞ്ഞ കേൾക്കണോ? അതാ ഭയങ്കര. അത് സത്യത്തിൽ ഇത്രയൊക്കെ നമ്മളെ കുറിച്ച് ദൈവം പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ഒരു സപ്ലിമെന്റ് 25,000 രൂപ കൊടുത്തൊരു പത്രത്തിനകത്താക്കി
ദൈവത്തിൻ്റെ ആ പറഞ്ഞ ഭാഗം നമ്മുടെ ടേപ്പിനകത്തെടുത്ത് അല്ലേ, യൂട്യൂബിനകത്തൊക്കെ ഇട്ട് അല്ലേ, ഫേസ്ബുക്കിലൊക്കെ ഇട്ട് എന്തായിരുന്നു ഇയ്യോബ് പറഞ്ഞ കേൾക്കണോ? ആമേൻ. 14:17 ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകലുന്നവൻ എന്നെല്ലാം ദൈവം പറഞ്ഞപ്പം ഇയ്യോബ് പറയുക, എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. അടുത്ത മല പോലും വീണു പൊടിയുന്നു. ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ചേ. ഇയ്യോബ് ഭക്തനാണെന്നും നേരുള്ളവനാണെന്നും ദൈവം പറഞ്ഞപ്പം അതാണ് ഇയ്യോബിന്റെ ഭക്തി. അവൻ പറയാണ്, ദൈവം പോലും അങ്ങനെ പറയുമ്പോഴും എന്റെ കുറവ് ഞാൻ അറിയുന്നു. എത്ര പേർക്ക് അർത്ഥം മനസ്സിലായി? ദൈവം സാക്ഷി പറയുമ്പോൾ ഒരു ഭക്തനായ ദൈവവേദിൽ ഇന്ന് രാത്രി വിടുന്നുണ്ട്, പറ എനിക്ക് കുറവുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ കടന്നോട്ടെ, എങ്കിലും ഞാൻ അതിൽ നകളിക്കുന്നില്ല, ഞാൻ അതിൽ അഹങ്കരിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്റെ അകൃത്യം എനിക്കറിയാം, എന്റെ കുറവ് എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 10 സ്ഥലങ്ങളിൽ ഇയ്യോബ് തന്റെ കുറവ് സമ്മതിച്ചിട്ടുണ്ട്. അമേൻ. ദൈവം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ സ്തോത്രം. ഇയ്യോബിന് 5 പദവികൾ എഴുതി വെച്ചവരെ ബാക്കി എഴുതിക്കോ. ഇയ്യോബിന്റെ സ്വത്ത് കേൾക്കണം നിങ്ങൾക്ക്. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാര്, 7 ആൺപിള്ളാര്, 1 ഭാര്യ, ആവശ്യം പോലെ വേലക്കാര്, 3 സുഹൃത്തുക്കള്, സോഫർ, എലിഫസ്, ബിൽദാദ്. ഇത്രയും സ്വത്തുള്ള ഒരു മനുഷ്യൻ. നമ്മളൊക്കെ ആണെങ്കിൽ അമേരിക്കയിലെങ്ങാനും പോയി താമസിച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എഴുതിയിട്ടോടെ മറക്കല്ലേ. സ്തോത്രം. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാര്, 7 ആൺപിള്ളാര്, 1 ഭാര്യ. ഇത്ര കറക്റ്റായിട്ട് പറയാൻ കാരണം ഇത്രയും ബഹളത്തിനിടയിൽ ആ എണ്ണം തെറ്റിപ്പോകരുത്. സ്തോത്രം. ബാക്കിയൊക്കെ പഠിച്ചില്ലേലും കുഴപ്പമില്ല. സ്തോത്രം. ആവശ്യം പോലെ വേലക്കാര്, ആത്മാർത്ഥമായ 3 സുഹൃത്തുക്കള്, സോഫർ, എലിഫാസ്, അതുകൂടെ ബിൽദാദ്. സ്തോത്രം. ഒരു ദൂത് പറയാൻ പോവാ ഇന്ന് രാത്രി. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുക. ഇത് സ്തുതിച്ചോണ്ട് കേൾക്കേണ്ട ദൂതാ, സ്തുതിച്ചോണ്ട് കേൾക്കേണ്ട ദൂതാ. സ്വത്രം. ഹല്ലേലൂയ. അതിങ്ങനെയാണ്. 1-ാം അധ്യായത്തിൽ തനിക്കിത് മുഴുവനുണ്ട്. 2-ാം അധ്യായത്തിൽ ആ വേട്ടുവെണ്ണം പിള്ള അല്ലാതെ ഒരെണ്ണം പോലും ഇല്ല. ഫൈസലോ, നീ 1 കാണുന്നതല്ല, 2 കാണുകയല്ല, ഇന്ന് കാണുന്നതല്ല നാളെ കാണുകയല്ല, ഇന്ന് നീ എണ്ണി നിർത്തിയ കാള നാളെ കാണുകയല്ല, ഇന്ന് നീ എണ്ണി നിർത്തിയ സ്വത്ത് നാളെ കാണുകയല്ല, ഇന്ന് നീ എണ്ണി നിർത്തിയ നിന്റെ സ്വത്തുക്കളും ബാങ്ക് ബാലൻസും ഒരുപക്ഷെ നാളെ കണ്ടില്ലെന്ന് വരാം. പക്ഷെ അപ്പോഴും നിന്റെ ദൈവം കൂടെ ഉണ്ടായിരിക്കുമോ? ദൈവത്തെ സ്തുതിച്ച് ഈയോവരാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. എന്റെ സ്വന്തം അല്ലുതന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവം തന്നു, ദൈവം എടുത്തു. എന്റെ അറിവ്, എന്റെ ബുദ്ധി, എന്റെ പരിജ്ഞാനം, എന്റെ കഴിവ്, എന്റെ പുകഴ്ച, ഇതെല്ലാം ദൈവം തന്നതാ. അതുകൊണ്ട് ദൈവത്തിന് എടുക്കാൻ അർഹതയുണ്ട്. നല്ല പൂന്തോട്ടങ്ങളിലൊക്കെ ഒരു ബോർഡുണ്ട്. എന്തോ ഷാജിയ ബോർഡ്? നല്ല പൂന്തോട്ടത്തിലൊക്കെ ഒരു ബോർഡ് കാണും. എന്താ? പൂ പറിക്കരുത്. അമേൻ. നല്ല പൂന്തോട്ടത്തിലൊക്കെ കാണും ബോർഡ്. പൂ ആര് പറിക്കരുത്? വരുന്നവര് പറിക്കരുത്, ഓടമാസത്തിന് പറിക്കുക. അമേൻ. അമേൻ. ഇയ്യോബിന്റെ വേലി കെട്ടിയിരുന്നത് വാതിലേലും വരുന്നവനും പോകുന്നവനകത്ത് കയറാതിരിക്കാനാ. ഓടമസ്തന് കയറാം, പൊളിക്കാനും അനുവാദമുണ്ട്. ഇന്ന് രാത്രി നാം സന്തോഷിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഒരു ദൂത് പറയാൻ പോവാ. സ്തോത്രം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ ഒരു ദൂതാണ്. സ്തോത്രം. ഇയ്യോബിന്റെ വേലി പൊളിച്ചു തരാമോ എന്ന് ദൈവം ചോദിക്കുന്നു. 4 ഘട്ടങ്ങളായിട്ടാണ് ആ വേലി പൊളിക്കുന്നത്. ഇന്ന് രാത്രി ആ 4 ഘട്ടങ്ങളെ, 1 ശബായർ, 2 ആകാശത്തിലെ തീ, 3 കഴുതയർ, 4 കൊടുങ്കാറ്റ്, 4 പ്രതികൂലത്തിലൂടെയാണ് ഇയ്യോബിന്റെ വേലിയുടെ 4 വശങ്ങൾ പൊളിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുക. തമ്പുരാൻ പ്രതികൂലം അയക്കുമ്പോൾ ഒരുമിച്ച് പ്രതികൂലം അയച്ച്, ഒരുമിച്ചല്ല, 4 വശങ്ങളിൽ നിന്ന് പ്രതികൂലം വരുന്നത്. ഇന്ന് രാത്രികാലം ഈ പ്രതികൂലം മുഴുവൻ വരുമ്പോഴും അചഞ്ചലനായി അരിമനാഥന്റെ മുഖത്തേക്ക് നോക്കി ആത്മവിശ്വാസത്തോടെ സ്വന്തം ജീവിതത്തിലെ നഷ്ടങ്ങൾ മുഴുവൻ പിറുപിറുക്കാതെ ഏറ്റെടുത്ത ഇയ്യോബിനെ പോലെ ഇന്ന് രാത്രി ആയിരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ അനുഗ്രഹിക്കാൻ എന്റെ അരുമനാഥൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം പിശാചിനോട് പറഞ്ഞു, പൊളിച്ചോ. അവൻ എന്റെ ഭക്തനാണ്. വായിക്കാം ലൂക്കോസ് 22:31. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. വേറൊരു വേലി ഞാൻ കാണിച്ചു തരാം, വേറൊരു മതിൽ ഞാൻ കാണിച്ചു തരാം. പുതിയ നിയമത്തിലെ വായിക്കാം.
യെസ്, ശീമോനെ ശീമോനെ, ശിമോനെ ശിമോനെ, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ട ഗോതമ്പ് പോലെ പാറ്റാൻ കൽപ്പന ചോദിച്ചു. വേലി വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആമേൻ. ബാക്കി വായിക്കേ. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ പൊളിക്കരുത് എന്ന് പറഞ്ഞു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഒരു ശക്തമായ ദൂതുമായിട്ട് ഞാൻ അങ്ങോട്ട് വരികയാ. ഇതിനകത്ത് ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നു. ചിലരുടെ വേലി പൊളിക്കാൻ ദൈവം അനുവദിക്കുമ്പോൾ ചിലരുടെ വേലി പൊളിക്കാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. നിന്റെ ബലഹീനത ദൈവത്തിനറിയാം, നിന്റെ വേദന ദൈവത്തിനറിയാം, നിന്റെ കഷ്ടത ദൈവത്തിനറിയാം, നിന്റെ മനസ്സിന്റെ ഭാരം ദൈവത്തിനറിയാം, നീ നിൽക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം, നിന്റെ വിശ്വാസത്തിന്റെ തീവ്രത ദൈവത്തിനറിയാം. തമ്പുരാൻ സമ്മതിക്കില്ല നിന്റെ വേലി പൊളിക്കാൻ അനുവദിക്കില്ല. ഇയ്യോബിനെ പോലെ ഒരു പക്ഷേ നിനക്ക് വിശ്വാസത്തില് ഉറച്ചു നിൽപ്പാൻ കഴിയില്ലെന്ന് എന്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നിന്റെ വേലി പൊളിക്കാൻ പിശാച് അനുവാദം ചോദിച്ചാലും അവൻ വിട്ടുകൊടുക്കുകയില്ല, അവൻ വിട്ടുകൊടുക്കുകയില്ല. ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആവരിക്കുന്നു. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ തൊട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവകൃപ നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഒരാത്മശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ, ഒരു ദൈവകൃപ നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് ചില ശരീരങ്ങളെ തൊടട്ടെന്ന് രാത്രി, ദൈവാത്മാവ് ചില ജീവിതങ്ങളെ സ്പർശിക്കട്ടെന്ന് രാത്രി. പരിശുദ്ധാത്മാവ് നമ്മെ തൊട്ടുകൊണ്ടിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിടുതൽ അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, വിടുതൽ അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, വിടുതൽ അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, വിടുതൽ അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് വിടുതലിന്റെ രാത്രിയാണ്, ഇത് കൃപയുടെ രാത്രിയാണ്, ഇത് ദൈവശക്തിയുടെ രാത്രിയാണ്, ഇത് അഭിഷേകത്തിന്റെ രാത്രിയാണ്. സ്തോത്രം. ദൈവം എന്നോട് ഇടപെട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു രോഗിയായിട്ടാണ് വന്നത്, മാനസിക ഭാരത്തോടാണ് വന്നത്. എന്റെ ജീവിതത്തിൽ രക്ഷയുടെ മതിലിന് കേട് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ആത്മസന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പഴയ രക്ഷിക്കപ്പെട്ട നാളുകളെ സന്തോഷം എനിക്കിന്നില്ല. അതുകൊണ്ട് കർത്താവേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊട്ടയക്കണം, എന്നെ ഒന്ന് തൊടണമേ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരു സാമ്പത്തിക പ്രശ്നമാണ്, അല്ല, എന്റെ ശരീരത്തിലെ രോഗത്തിന്റെ സൗഖ്യത്തിന്റെ വിഷയമാണ്, എന്റെ കുഞ്ഞിന്റെ വിവാഹമാണ്. ഏതെങ്കിലും ഒരു വിഷയമുള്ളവർ തങ്ങളുടെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉയർത്തിപ്പിടിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കരമുയർത്തിയ പ്രിയപ്പെട്ടവർക്ക് ദയവായിട്ട് മുൻപോട്ട് വരാം. വോളണ്ടിയേഴ്സ് സഹോദരിമാരെ മുൻപോട്ട് വരാൻ പ്രേരിപ്പിച്ചാട്ടെ. കരമുയർത്തിയ സഹോദരന്മാരെ വോളണ്ടിയേഴ്സ് മുൻപോട്ട് വരാൻ പ്രേരിപ്പിച്ചാട്ടെ. ഈ സമയത്ത് കൊയർ ആമേൻ ഒരു ആത്മീയ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടും. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ഒട്ടും താമസിക്കരുത്, വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ. ആമേൻ. വോളണ്ടിയേഴ്സ് പ്രാർത്ഥിക്കുവാനുള്ളവരെ മുൻപോട്ട് സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ റൈറ്റ് സൈഡില് സഹോദരിമാരും ലെഫ്റ്റ് സൈഡിലെ സഹോദരന്മാരും ഒരുമിച്ച് സ്തോത്രം. ആമേൻ. യേശു இருக்கையில நாங்க சோர்ந்து போவதில்லை. യേശു இருக்கையில நாங்க சோர்ந்து போவதில்லை. நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. യേശു இருக்கையில நாங்க சோர்ந்து போவதில்லை. യേശു இருக்கையில நாங்க சோர்ந்து போவதில்லை. சமாதான காரணவர் நீங்க தானே, சர்வ நல்லவர் நீங்க தானே. சமாதான காரணவர் நீங்க தானே,
இருக்கையில நாங்க சோர்ந்து போவதில்ல. நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. தாயும் தகப்பரும் நீங்கத்தானே, தாங்கும் சுமைதான் நீங்கத்தானே. தாயும் தகப்பரும் நீங்கத்தானே, தாங்கும் சுமைதான் நீங்கத்தானே. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. அதிசயத்தே நீங்க தானே, ஆலோசனை கர்த்தர் நீங்க தானே. அதிசயத்தே நீங்க தானே, ஆலோசனை கர்த்தர் நீங்க தானே. இயேசு நீங்க இருக்கையில சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. கூடுமே எல்லா கூடுமே, உம்மாலே எல்லா கூடும். கூடாதது ஒன்றுமில்லை, இப்ப கூடாதது ஒன்றுமில்லை. கூடுமே எல்லாம் கூடுமே, உம்மாலே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, உம்மா கூடாதது ஒன்றுமில்லை. நடந்தீது நடந்தீரையா, கடுப்புயல் நடந்தீரே, கடுப்புயல் நடந்தீரே. நடந்தீது நடந்தீரையா, சாத்தானை ஒடுக்கிறீரே, சாத்தானை ஒடுக்கிறீரே, சர்வ வல்லவரே. கூடுவே எல்லாம் கூடுவே, அம்மாவே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை. கூடுவே எல்லாம் கூடுவே, அம்மாலே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை. சிந்தனல் உண்மை கண்டே ஓட்டம் பிடித்தது ஏ, செங்கடல் உண்மை கண்டே ஓட்டம் பிடித்தது ஏ. யோகான் உண்மை கண்டு, யோகான் உண்மை கண்டு முன்னோக்கி சென்றது ஏ. கூடுமே எல்லாம் கூடுமே, உம்மால் எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை. கூடுமே எல்லாம் கூடுமே, உம்மாலே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை. கூடுமே எல்லாம் கூடுமே, உம்மாலே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை. கூடுமே எல்லாம் கூடுமே, உம்மாலே எல்லாம் கூடும். கூடாதது ஒன்றுமில்லை, கூடாதது ஒன்றுமில்லை.